ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാം ലേഖനമാണ്. प्रेरित पौलुस ने एक किताब लिखा था. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. पौलुस एक बात बता रहे. തന്റെ പ്രിയ മകനായ തിമോത്തിയോസിനെ ഈ ലേഖനം എഴുതുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാൻ. मेरा प्रिय पुत्र तिमोथियोस को इस किताब लिख रहे कर वहां लिखा है. എന്തുകൊണ്ടാണ് പ്രിയ പുത്രൻ എന്ന് പറയാൻ കാരണം? आमेन. वहां लिखा है कि प्रिय पुत्र. वैसे प्रिय पुत्र कहने का बात वहां क्या है? നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ച് പ്രിയ മക്കൾ എന്നാ പറയുന്നത്. हम सभी लोग अपने पुत्र को हमारा प्रिय पुत्र कर बुलाता है. പ്രിയ പുത്രൻ എന്ന് പറയുന്നത് അമ്മയപ്പനും ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളെയാണ് പ്രിയ മക്കൾ എന്ന് പറയുന്നത്. आमेन. जो माता पिता अधिक से प्यार करता है उस पुत्र को प्रिय पुत्र कहता है. തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ आमेन. इस किताब जैसे प्रेरित पौलुस लिखने का समय തിമോത്തിയോസിന്റെ കുടുംബത്തെ കുറിച്ച് തന്നെ അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. तिमोथियोस का परिवार का बारे में कुछ बात वहां हमें देख सकता है. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. हम जो परमेश्वर से एक रिलेशन है वो हम बता कर दे रहे. അവിടെ പറയുന്ന ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. वहां एक बात हमें समझ में നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, हमारा कामों के अनुसार नहीं, സകല കാലത്തിനു മുമ്പേ हमें सबसे पहले ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. हमें सब कुछ प्रभु यीशु मसीह में हमें दिया है. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തില്ല. हमारा केवल हमारा कामों के अनुसार नहीं. അവിടെ ഒരു കുടുംബത്തെ നമ്മളെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. परिवार को हमें स्पष्ट रूप से हमें यहाँ बताकर. അഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. उसका 5वीं आयत हम जरा सा पढ़े. നിന്നിലും ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഉറച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ആ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ പൗലോസ് ഇങ്ങനെ പറയണമെങ്കിൽ ആ കുടുംബം എത്ര തലമുറ മുമ്പോട്ടുള്ളതായിരിക്കണം? आमेन. उस परिवार के द्वारा प्रेरित पौलुस ऐसे कह रहे तो ये परिवार कितने पहले मसीह में आगे होगा. ഒന്ന് വലിയമ്മയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. आमेन. परिवार के बारे में वहां कह रहे. ഒന്ന് അമ്മയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. आमेन. वहां उसका माता जी का താഴെ അല്ലെങ്കിൽ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നു. उसके बाद तिमोथियोस का बारे में कह रहे. അപ്പൊ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. हम एक बहुत बड़ा बात हमें देख सकता है. അവര് കുടുംബമായിട്ട് പാരമ്പര്യമായിട്ട് ദൈവത്തെ പിന്തുടരുന്നവരായിരുന്നു. बहुत समय से वो परिवार मसीह का पीछे चलने वाले एक परिवार. ദൈവത്തെ പിന്തുടരുന്നവരുടെ കൂടെയാണ് ദൈവം ഇരിക്കുന്നത്. जो परमेश्वर का पीछे आता है उसमें परमेश्वर है. അവിടെ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. प्रेरित पौलुस तिमोथियोस का बारे में ऐसे कह रहे. നീ യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. हमें तुम मसीह में स्थिर रहने वाले एक व्यक्ति है. നമ്മെ കുറിച്ചും ഇങ്ങനെ ഓരോരുത്തരും പറയണം. ദൈവത്തിന് സ്തോത്രം. हमें हमारा द्वारा भी अनेक लोग ऐसे कहना है. നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം. हमें परमेश्वर का परिवार में जन्म हुआ व्यक्ति होगा. നാം ദൈവത്തെ അറിഞ്ഞവരായിരിക്കാം. हम परमेश्वर को जानने वाले व्यक्ति लोग होगा. നാം ദൈവത്തിൽ നിൽക്കുന്നവനായിരിക്കാം. हम प्रभु में स्थिर रहने वाले एक व्यक्ति होगा. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് परमेश्वर हमारे द्वारा यही चाहता നമ്മൾ है. കുടുംബമായിട്ട് ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परिवार के साथ मसीह में एक जैसे बनना है. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം प्रेरितों का काम 3रा अध्याय में आ जाइए. അതിന്റെ प्रेरितों का काम 3रा अध्याय 3-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചാൽ. उसका 6वां आयत पढ़े. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. കണ്ടോ, അവിടെ പറയുന്നവരുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. हमें वहां प्रेरित पौलुस ऐसे कह रहे कि सोना और चांदी मेरा पास नहीं. पत्रोस ने कहा यीशु मसीह का नाम में चलने के लिए कहा है. വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, सोना और चांद मेरा पास नहीं. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. यीशु मसीह का नाम में खड़े होकर चलने के लिए कहा. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വലിയ വിലയുണ്ട്. ദൈവത്തിന്റെ यीशु സ്തോത്രം. मसीह का नाम को एक वैल्यू है. നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ हमें विश्वास
विश्वास में स्थिर रहने के लिए आशा रखने वाले व्यक्ति लोग हैं। എന്താണ് വിശ്വാസത്തിന്റെ നിലനിൽപ്പ്? ദൈവത്തിന്റെ സ്തോത്രം. कैसे हम विश्वास में स्थिर रहेंगे? നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതല്ല നിലനിൽപ്പ്. हम परमेश्वर का सन्निधि में आकर प्रार्थना करता है, ये हमारा हम स्थिर होता है करके नहीं बता सकते। ദൈവസന്നിധി നമ്മൾ വന്നു നിന്ന് കൈയടിക്കുന്നതല്ല ദൈവത്തിന്റെ ഇത്. हम ताली बजाता है वो चीज नहीं। നമ്മുടെ നിലനിൽപ്പ് എങ്ങനത്തെയുള്ളതായിരിക്കണം? हम कैसे प्रभु का सन्निधि में स्थिर रहना है। അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായം 22 23 ഒരു കാര്യം പറയുന്നുണ്ട്. प्रेरितों का काम 14 अध्याय उसका 22 और 23 में ऐसे लिखा है। അപ്പൊ നോക്കിയ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ചില കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകണം. विश्वास में बने रहने के लिए हम कष्टता का मध्य में से जाना पड़ेगा। എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത? ദൈവത്തിന്റെ സ്തോത്രം. हमारा जीवन का कष्टता क्या है? പൗലോസ് നമ്മോട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस हमसे ऐसे कह रहे हैं, ഞാൻ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത് തന്നെ വലിയ കഷ്ടങ്ങളിൽ കൂടിയാ മുമ്പോട്ട് പോകുന്നത്. हम विश्वास में इसलिए बने रहने के समय बहुत सारे कष्टता मेरे जीवन में आए। ഈ വിഷയത്തിന്മേൽ അല്ലെങ്കിൽ ദൈവം ചില മറുപടി അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. इस विषय का मध्य में परमेश्वर उसको उत्तर देता है। ചിലർ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിലല്ല മറ്റുള്ളതിലാണ് വിശ്വസിക്കുന്നത്. अनेक लोग यीशु मसीह में भरोसा नहीं रखता है और किसी में भरोसा रखता है। കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെതായ പ്രതിഫലം ദൈവം കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. हम प्रभु में विश्वास करने के लिए तैयार है तो परमेश्वर അപ്പോസ്തലപ്രവൃത്തി प्रतिफल देता है। 4:24 ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. प्रेरितों का काम 4 अध्याय उसका 24 में ऐसे लिखा है। അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. നോക്കിയേ, ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. यहाँ परमेश्वर का वचन हमसे स्पष्ट रूप में कह रहे അവർ ദൈവത്തോട് നിലവിളിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. हैं। वो प्रभु से दोहाई किया है कर वहाँ लिखा है। അവരെങ്ങനെയാണ് ദൈവത്തോട് നിലവിളിച്ചത്? उन लोग कैसे परमेश्वर से दोहाई किया? അവർ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. ये उन लोग इकट्ठे होकर परमेश्वर का सन्निधि में आ गया। ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി തരുന്നത്. ऐसे इकट्ठे होकर प्रार्थना किए तो परमेश्वर उस प्रार्थना को उत्तर देता നമ്മൾ है। പലപ്പോഴും അല്ലെങ്കിൽ ഒരുമനപ്പെടാൻ തയ്യാറാകില്ല. ദൈവത്തിന്റെ സ്തോത്രം. हम कभी कभी इकट्ठे होने के लिए तैयार नहीं। ഞാൻ പല ദിവസവും അല്ലെങ്കിൽ പലരെയും ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. मैं कई दिन का सबको देखकर मैं एक बात समझता है। ദൈവം നമ്മുടെ മുമ്പിൽ ആരാണെന്ന് ഇതിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. हमें परमेश्वर हमारे सामने कौन है कर बताकर देता है। സമുദ്രവും ഭൂമിയെയും അല്ല സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ നമ്മളിവിടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. हमें सारे धरती को सब कुछ को जो बनाया हुआ हमारा परमेश्वर के बारे में कह रहे हैं। അവരിടയിൽ ചില വ്യക്തി ജീവിതങ്ങളെ കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. वहाँ कुछ लोगों को हमें दिखा कर दे रहे हैं। അവിടെ ചിലവരെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. कुछ लोगों को ऐसे दिखा रहे, ചിലരെ അല്ലെങ്കിൽ രാജാക്കന്മാരെ കാണിക്കുന്നു. कुछ राजा लोगों को दिखाता ചില है, അധിപതികളെ കാണിക്കുന്നു. कुछ अधिपति लोगों को ചില दिखाता है, അഭിഷിക്തന്മാരെ കാണിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. अभिषिक्त लोगों को वहाँ दिखाता है। ഇങ്ങനെയുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. ऐसे लोग भी उसका साथ थे। പ്രാർത്ഥനയുടെ നടുവിൽ ഒരുമിച്ച് നിൽക്കുന്നവരുടെ ഇടയിലും ഇങ്ങനെ നമ്മളെ ഭിന്നിപ്പിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. हमें ऐसे वाले एक व्यक्ति भी हमारे बीच में है, हमें अलग करने का सोचने का। അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. उसका 25 आयत में ऐसे लिखा है ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? कि अन्य जातियों ने हमें हुल्लड़ क्यों मचाया और देश देश के लोगों ने क्यों हमें व्यर्थ बातें सोची। ഇവിടെ കർത്താവിന് എതിരായി സംസാരിക്കുന്ന ചില വ്യക്തി ജീവികളെ ഇവിടെ കാണുവാൻ കഴിയുന്നു. वहाँ हमें क्या देख सकता है कि प्रभु यीशु मसीह का विरोध बात करने അത് वाले സാധാരണ लोग हैं। ആൾക്കാരെ അല്ല അവിടെ കാണിക്കുന്നത്. वो एक साधारण व्यक्ति लोग नहीं, രാജാക്കന്മാരായവരെയാണ് കാണിക്കുന്നത്. बहुत बड़ा पोजीशन में बैठने वाले व्यक्ति लोगों को दिखाता അധികാരത്തിൽ है। ഇരിക്കുന്നവരെയാണ് കാണിക്കുന്നത്. जो अधिकारी लोगों को वहाँ दिखाता है। അല്ലെ അഭിഷിക്തന് നേരെ ഒന്നിച്ചുകൂടി അവരെ എന്ത് ചെയ്യാ ദുഷിക്കുന്നവരായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു. जो अभिषिक्त का विरोध आकर उसका विरोध बात करने वाला व्यक्ति लोगों को दिखाता है। നമുക്ക് വിരോധമായി പലരും എഴുന്നേൽക്കുന്ന നാളാണിത്. ദൈവത്തിന് സ്തോത്രം. हमारा विरोध अनेक लोग उड़ने का समय है। इस समय ഈ ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയുന്ന പല വിഷയങ്ങളും പലരും നമ്മെ കുറിച്ച് പറയും. आमीन। इस परमेश्वर का सन्निधि में आने के समय हमारे बारे में कहने वाला अनेक विषय हमारे विरोध अनेक लोग कहेंगे। അതിന്റെ നടുവിൽ നമ്മൾ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് സ്തോത്രം. इसका मध्य में हम क्या करना है? इकट्ठा
होकर हम प्रार्थना നമ്മൾ करना है। ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടതുപോലെ നിലവിളിക്കണം. ദൈവത്തിന് സ്തോത്രം. हम परमेश्वर का सन्निधि में दोहाई करना ഈ है। കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചിലരെ കണ്ടുപോയ കാര്യങ്ങളുണ്ട്. हमें कुछ दिनों में मैं कुछ बातों को कई लोगों का जीवन में देखा है। കുടുംബ പ്രാർത്ഥനയ്ക്ക് പലരും ഒന്നിച്ചു കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. पारिवारिक प्रेयर के लिए अनेक लोग इकट्ठे नहीं होता ഇത് है। ശത്രുവിന്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. ये शत्रु का एक प्राणी है। നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ചില വിഷയത്തിന്റെ നടുവിൽ മറുപടി ലഭിക്കും. हम इकट्ठे होकर प्रार्थना किए तो कुछ विषयों का मध्य में परमेश्वर में उत्तर അപ്പൊ दूंगा। നമ്മളെ പ്രാർത്ഥിക്കാതാക്കുന്ന ഒരു പദ്ധതി ഇവരുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. प्रार्थना को हमें नाश करने वाला बंद करने के लिए शत्रु कोशिश करता है। ऐसे एक प्लान നമുക്കെതിരായി ചില വ്യക്തി ജീവിതങ്ങൾ എഴുന്നേൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. हमें अनेक लोग हमारे विरोध उड़ने का एक बात हम देख रहे हैं। എന്തുകൊണ്ടാണ് നമുക്കെതിരെ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന? ദൈവത്തിന് സ്തോത്രം. जो अनेक लोग हमारे विरोध आ रहे हैं, ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി കിട്ടാതെ പോകുന്ന അവസ്ഥകളുണ്ട്. जो हमारा प्रार्थना को परमेश्वर उत्तर नहीं देता ചില है। സമയത്ത് പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്. कुछ समय में हम प्रार्थना करने का समय हमें उत्तर देता അതിന്റെ है। ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. एक वचन में पढ़ना चाहता हूँ। അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4:31 വായിച്ചേ. प्रेरितों का काम 4 अध्याय उसका 31 पढ़े। നോക്കിയേ, ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. देखो यहाँ परमेश्वर का वचन स्पष्ट रूप में हमसे बात कर रहे हैं। അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ उन लोग प्रार्थना करने का समय അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങി എന്നാണ് ദൈവവചനം പറയുന്നത്. वहाँ ऐसे लिखा है कि वो स्थान जहाँ हम सो इकट्ठे थे हिल गया कर അവർ लिखा है। ഇരുന്ന സ്ഥലത്ത് വെറുതെ അനക്കം മാത്രമല്ല, वहाँ जो बैठने का समय केवल एक मूवमेंट नहीं, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നവർ. ദൈവത്തിന് സ്തോത്രം. उन लोग क्या किया, पवित्र आत्मा से परिपूर्ण हो गया कर लिखा है। പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ जैसे पवित्र आत्मा से परिपूर्ण होने का അവർ समय ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. उन लोग शक्ति के साथ परमेश्वर का वचन प्रचार किया है। നമുക്കറിയാം, തിമോത്തിയോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ तिमोथियुस का किताब जैसे हम पढ़ता है तो തന്റെ ശിഷ്യനായ തിമോത്തിയോസോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. अपने चेले तिमोथियुस से कहने वाले एक बात वहां लिखा അത് है। നമുക്ക് 1 തിമോത്തിയോസ് 1:12-13 വായിച്ചേ. पहला तिमोथियुस का किताब उसका पहला अध्याय 12 और 13 पढ़े। കണ്ട, കർത്താവ് നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി. നോക്കേ, ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. कुछ विषयों को हम जरूर सीखना है। യേശു ക്രിസ്തു എനിക്ക് ചില ശക്തി നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. परमेश्वर यीशु मसीह मुझे कुछ शक्ति और सामर्थ्य दिया। യേശു നമ്മെ കുറിച്ച് പറയണം, നമ്മൾ വിശ്വസ്തനാണെന്ന് പറയണം. यीशु मसीह हमसे देखकर कहना कि हम विश्वास योग्य है। ദൈവം ചില ശുശ്രൂഷ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. परमेश्वर हमें कुछ सेवकाई हमारे हाथों में दिया है। അത് ദൈവദാസനോട് മാത്രമല്ല, वो केवल प्रभु का दास के लिए नहीं, നമ്മുടെ കയ്യിലും തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. हमारे हाथ में भी परमेश्वर कुछ सेवकाई दिया है। ഓരോ ദൈവമക്കളുടെ മേലും ഈ ശുശ്രൂഷ ദൈവം പകർന്നിട്ടുണ്ട്. ദൈവത്തിന് हर एक സ്തോത്രം. विश्वासी लोगों को परमेश्वर ने सेवकाई दिया है। അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണപ്പെടുവാൻ തയ്യാറാകണം. परमेश्वर का सामने हम विश्वासी योग्य है कर हमें गिनना है। ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. यहाँ प्रेरित पौलुस एक बात हमसे बताया। ഞാൻ ഒരു കാലത്ത് ദുഷ്ടനും हमें एक समय में दुष्ट व्यक्ति था, ഉപദ്രവിയും हमें दूसरे को परेशान करने वाला व्यक्ति। നിരൂഷനുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. हमें ऐसे एक व्यक्ति था। मैं ഞാൻ അവിശ്വാസത്താൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവനായിരുന്നു. मुझे विश्वास नहीं था। എന്റെ അറിവില്ലായ്മയിൽ നിന്നും ദൈവം എന്നെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. उस अवस्था में से परमेश्वर मुझे चुनाया ആ है। തെരഞ്ഞെടുപ്പിലാണ് അവന് ദൈവത്തിന്റെ കൃപ അവന് ലഭിക്കുവാനിടയായി തീർന്നത്. जैसे परमेश्वर मुझे चुनाया तभी परमेश्वर का कृपा प्रभु നമ്മുടെ परमेश्वर मुझे വിശ്വസ്തത दिया। ദൈവം നമ്മെ കുറിച്ച് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. हमारा विश्वस्तता को परमेश्वर देखता है। ഓരോ ദിവസവും ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവത്തിന് हर സ്തോത്രം. एक दिन परमेश्वर हमें ध्यान रखता है। ദൈവത്തിന്റെ അഗ്നിയാനയ്ക്കുള്ള കണ്ണുകൾ കൊണ്ട് നമ്മളെ ദിനംതോറും ദൈവം കാണുന്നുണ്ട്. वो परमेश्वर अपने तेजो में आंख से हम सबको देखता നമ്മുടെ है। പ്രവൃത്തികളെ ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. हमारा कामों को परमेश्वर देखता है। നമ്മുടെ ജീവിതം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. हमारा लाइफ को परमेश्वर देखता है। നമ്മൾ വിചാരിക്കും നമ്മളെ ആരും കാണുന്നില്ല എന്നാ നമ്മുടെയൊക്കെ ചിന്ത. सोचेंगे परमेश्वर हम किसी को नहीं देखता है। പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. यहाँ प्रेरित पौलुस ने एक बात हमसे बता रहे ഞാൻ हैं। ഇങ്ങനെയുള്ളവനായിരുന്നിട്ടും हम ऐसे एक व्यक्ति होने के बावजूद ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ചൊരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. परमेश्वर का कृपा प्रभु परमेश्वर मुझे दिया है। ദൈവത്തിന്റെ കരുണ അവന്റെ മേൽ
വന്നു. ദൈവത്തിന് സ്തോത്രം. परमेश्वर का करुणा मेरा जीवन में मिला. പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस ने एक बात ये हम क्लियर എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചത് വെറുതെയല്ല. मेरा परमेश्वर सेवकाई के लिए मुझे ऐसे नहीं बुलाया. അവനിൽ ഞാൻ വിശ്വസിച്ചത് വെറുതെയല്ല. प्रभु में मैं भरोसा रखता है. हमें व्यर्थ नहीं. അവന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ हमें परमेश्वर का आत्मा उसका जीवन में आने का समय അവൻ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വലിയവനായി മാറി. वो प्रभु का सेवकाई में वो तैयार हो गया. वो प्रभु में बढ़ गया. നമുക്ക് ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ നന്നായി അറിയാം. इस वचन पढ़ने का समय हमें समझ में आता है. പൗലോസിന്റെ അല്ലേതായ വചനങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ प्रेरित पौलुस जो लिखा है वो वचन हम पढ़ने का समय. പൗലോസിന് അനേക ശിഷ്യന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. प्रेरित पौलुस को अनेक चेले लोग थे. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല. हम प्रचार करता है आप लोग सुनता है उसमें कुछ भी नहीं. ഈ ദൈവവചനം കേട്ട നാൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായി നിങ്ങളെ എണ്ണണം ദൈവം. इस वचन सुनने का समय हम देखकर परमेश्वर विश्वस्त लोग कर कहना है. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ അല്ലെങ്കിൽ 1 വായിക്കുന്നു. प्रेरित पौलुस का जो प्रेरितों का काम 4 अध्याय उसका पहला आयत में इसे लिखा है. നോക്കേ, ഇവിടെ ദൈവം അല്ലല്ല ആദ്യം നമ്മൾ വായിച്ചതുപോലെ വലിയ കഷ്ടത്തിൽ കൂടിയാണ് പൗലോസ് മുമ്പോട്ട് പോകുന്നത്. पहले हम पढ़ा था अनेक कष्टताओं के बीच में से प्रेरित पौलुस चले गए. അവിടെ ദൈവത്തിന്റെ വചനം അവരുടെ ഇടയിൽ പ്രസ്താവിക്കുവാൻ തുടങ്ങി. आमीन. अभी पौलुस का अवस्था देखो. अनेक लोगों के सामने वचन प्रचार करने शुरू किया. പടകനായമാരും സദ്ദൂഷ്യരും അവരുടെ നേരെ വന്നു. ദൈവത്തിന് സ്തോത്രം. अनेक लोग प्रेरित पौलुस का विरोध आ गया. പുരോഹിതന്മാർ അവനെതിരായി നിന്നു. ദൈവത്തിന് സ്തോത്രം. अनेक याजक लोग परमेश्वर का विरोध आ गया. പക്ഷേ പൗലോസ് അവിടെ നിന്ന് മാറിപ്പോവാൻ ഇടയായി തീർന്നില്ല. उस समय प्रेरित पौलुस वहां से निकल कर नहीं അവൻ गया. വൈകുന്നേരം വരെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. शाम तक प्रेरित पौलुस परमेश्वर का वचन वहां प्रचार करने शुरू അവന്റെ किया. വചനം പലരുടെ ഹൃദയത്തിൽ കുത്തേൽക്കുവാൻ ഇടയായി തീർന്നു. हमें उस प्रेरित पौलुस का वचन अनेक लोगों के हृदय में हृदय को स्पर्श किया. അവനെതിരായി അനേകർ അവിടെ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. उसका विरोध अनेक लोग वहां खड़े हो गया. അങ്ങനെ പലരും അവനെതിരായി നിൽക്കുവാൻ ഇടയായി തീർന്നു. अनेक लोग प्रेरित पौलुस का विरोध खड़े हो गया. ഇത് കണ്ട അധികാരികൾ അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ये सारे बातों को देखकर अधिकारी लोग प्रेरित पौलुस से पूछा, നീ ജനത്തിനെതിരായി എന്തിനാ സംസാരിക്കുന്ന? ദൈവത്തിന് സ്തോത്രം. इस जनता के विरोध आप क्यों बात कर पूछा. ഞാൻ ദൈവത്തിന് എതിരായല്ല സംസാരിക്കുന്നത്. अभी प्रेरित पौलुस ने कहा मैं इस जनता का विरोध बात नहीं कर ഞാൻ रहा. ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. कर आप सभी लोग को जानता है. ഞാനൊരു ദുഷ്ടനായിരുന്നു. मैं एक दुष्ट व्यक्ति था. ഞാനൊരു പാപിയായിരുന്നു. मैं एक पापी व्यक्ति था. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. मेरे बारे में आप सबको जानता है. അങ്ങനെ ഇരിക്കുന്ന എന്നോട് ദൈവത്തിന്റെ കരുണ എന്റെ മേൽ വന്നു. आमीन. ऐसे मेरा जीवन में परमेश्वर का करुणा उतर ആ कर आया. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ वो पवित्र आत्मा का शक्ति प्रेरित पौलुस का जीवन में जैसे आ അവന് गया था. രാജാക്കന്മാരെ പേടിയില്ലാതായി. हमें राजा लोगों को परमेश्वर पौलुस नहीं डरा. പുരോഹിതന്മാരെ പേടിയില്ലാതായി. याजकों को प्रेरित पौलुस नहीं डरा. അധികാരികളെ പേടിയില്ലാതായി. अधिकारी लोगों को प्रेरित पौलुस नहीं അവൻ डरा. ദൈവവചനം അങ്ങ് വിശ്വസ്തയോടെ പറയുവാൻ തുടങ്ങി. परमेश्वर का वचन विश्वस्तता के साथ प्रचार करने अभी- प्रेरित पौलुस शुरू किया. അവനെതിരെ പലരും എഴുന്നേറ്റ് വന്നു. प्रेरित पौलुस का विरोध आने के लोग आ गया. പൗലോസ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. पौलुस ऐसे कहने शुरू किया, നിങ്ങൾ എനിക്ക് ആരെല്ലാം എതിരായാലും हमें कितने लोग मेरा विरोध आ गया तो भी എന്റെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. हमें मेरा साथ हमें मनुष्य नहीं मेरा साथ का परमेश्वर നിങ്ങൾ എന്നെ है. തടവിലിട്ടാലും आप लोग मुझे बंदीगृह में डाल എന്നെ दिया तो भी പിടിച്ചു കെട്ടിയാലും आप लोग मुझे बंद कर रखे तो भी എന്നെ ഇരുമ്പ് ചങ്ങലയിൽ കെട്ടിയാലും आप लोग मुझे जंजीरें से बांध लिया तो भी പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस हम ऐसे कह रहे कि എന്റെ ദൈവത്തിന്റെ വചനത്തെ ഞാൻ ഘോഷിക്കും. अब मेरा परमेश्वर का वचन को मैं प्रचार करूंगा. എന്നെ കൊന്നാലും ഞാൻ ദൈവവചനം പ്രസംഗിക്കും. मार डाल दिया तो भी मैं परमेश्वर का वचन को प्रचार करूंगा. പുരോഹിതന്മാർ ഇത് കേട്ടപ്പോൾ हमें सभा में याजक लोग ये बात सुनने का അവർ समय ഭയപ്പെടാൻ തുടങ്ങി. उन लोग डरना शुरू किया. ഹല്ലേലൂയ. ഒരു കാലത്ത് हमें एक समय ഈ യേശുവിനെ എതിരെ നടന്നവനാണ്. हमें यीशु मसीह का विरोध काम करने वाले व्यक्ति था. യേശുവിന്റെ മക്കളെ പിടിച്ചു കെട്ടുന്നവനായിരുന്നു. हमें यीशु मसीह का चेले लोगों को बांधने वाले व्यक्ति था. ഇപ്പോൾ അവൻ തന്നെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. अभी प्रेरित पौलुस उस पौलुस यीशु मसीह के द्वारा प्रचार करने शुरू പൗലോസ് किया. ഇങ്ങനെ പറയുകയാണ്, प्रेरित पौलुस ऐसे कह रहे, ഞാൻ ഭയപ്പെടുകയില്ല. मैं नहीं डरूंगा. എന്റെ കൂടെ ഒരുവനുണ്ട്. मेरा साथ एक परमेश्वर है. ഞാൻ വിശ്വസിക്കുന്ന ഒരുവനുണ്ട്. ओ, मैं विश्वास करने वाले एक प्रभु है. എന്റെ ശക്തൻ
वाला एक प्रभु है ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ എന്റെ കൂടെയുണ്ട് दुनिया को रचने वाला प्रभु मेरे साथ ഈ में ഭൂമിയെ സൃഷ്ടിച്ചവൻ എന്റെ കൂടെയുണ്ട് दुनिया को बनाने वाले एक प्रभु है അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ദൈവത്തിന്റെ इसलिए സ്തോത്രം मैं नहीं डरूंगा प्रेज़ द लॉर्ड അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത് इसलिए प्रेरित पौलुस ऐसे कह रहे हैं ഹല്ലേലൂയ ഭൂമിയും അമൃതവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ हमें पृथ्वी और स्वर्ग पृथ्वी का सारे चीजों को बनाने वाला मेरा प्रभु ഞാൻ പ്രസംഗിക്കുന്നവൻ ആരാണെന്ന് അറിയാമോ जिसका बारे में मैं प्रचार करता है वो कौन है कर आप लोगों को मालूम है ഈ ലോകത്തുള്ളവനെ പോലെയുള്ളവനല്ല कि दुनिया का लोगों के समान नहीं നമുക്കെല്ലാം ജീവൻ നൽകുന്ന हम सबको जीवन देने वाला എന്റെ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് मेरा प्रभु यीशु मसीह का बारे में मैं प्रचार कर रहे ഒരു കാലത്ത് ഞാൻ ഈ സത്യം അറിയാതെ പോയി एक समय मुझे ये सच्चाई नहीं जानता ഈ था ദൈവവചനം മുഴുവനായി ഞാൻ പഠിച്ചവനാണ് ये परमेश्वर का वचन पूरा मैंने जो पढ़ा था പക്ഷേ അതെനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല ദൈവത്തിന് സ്തോത്രം ताकि ये वचन मुझे खुलकर नहीं मिला था ദൈവം എന്നോട് നേരെ സംസാരിച്ചപ്പോൾ हमें परमेश्वर मेरे हमें पास उतर कर आकर मुझसे बात करने का समय है ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നപ്പോൾ परमेश्वर का आत्मा मुझ में उतर कर आने का समय है എന്റെ ദൈവശക്തി എന്റെ മേൽ വന്നപ്പോൾ प्रभु का शक्ति मेरा ऊपर आने का समय है എനിക്ക് മനസ്സിലായി मुझे समझ में आ गया ഇതുപോലെ മറ്റൊരു ദൈവമില്ല मेरा परमेश्वर के समान और कोई प्रभु नहीं നമ്മൾ ഒരുമനപ്പെട്ടവരായി മാറും हम ऐसे हमें प्रभु में एक साथ जोड़ कर रहना है നമ്മുടെ മാതാപിതാക്കളായിരിക്കുന്ന സ്ഥാനത്ത് हमें जैसे हम माता पिता हमें होने का समय നമ്മൾ है ചുരുക്കം പേരെ ഇവിടെ ഉള്ളൂ हमें बहुत कम लोग हैं यहाँ। നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് हमारा हमें सामने जो बैठते हैं हमारे बच्चे लोग ആ हैं। ദൈവവചനത്തിൽ നമ്മൾ ഉറയ്ക്കുന്നവരായി മാറണം हमें इस प्रभु का वचन में हम स्थिर रहना है പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് प्रेरित पौलुस एक बात हमसे बता रहे हैं തിമോത്തിയോസേ हम है तीमुथियुस നിന്നെ കുറിച്ച് എനിക്കൊരു വിശ്വാസമുണ്ട് आमेन आपके द्वारा आपके बारे में मुझे एक ഞാൻ विश्वास ചിലത് है നിന്നിൽ കുറി ഉറച്ചിട്ടുണ്ട് आमेन आपके बारे में मुझे एक विश्वास है നീ സാധാരണക്കാരനല്ല आप एक साधारण व्यक्ति नहीं നിന്റെ കുടുംബം സാധാരണക്കാരല്ല आपका परिवार एक साधारण परिवार नहीं നിന്റെ അമ്മയുടെ കാലം മുതലേ आमेन आपका जो पूर्व लोगों से लेकर ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു കുടുംബത്തിന്റെ സന്തതിയാ हाँ प्रभु का सन्निधि में घुटने में बैठने वाला एक परिवार का एक माँ बाप का बच्चा है। അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് इसलिए प्रेरित पौलुस ऐसे कह रहे ഞാൻ हैं ചിലത് നിന്നിൽ വിശ്വസിക്കുന്നു मैं तुम्हारा ऊपर भरोसा ഞാൻ रखता ചില हूं। കടമകൾ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു मैं तुम्हें कुछ काम देना मैं आपको देना चाहता हूँ ഞാൻ നിന്നിൽ കൂടി ചിലത് കണ്ടു मैं आपको द्वारे कुछ बातों को मैंने देखा നീ है യേശുവിനോട് നിലനിൽക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി आप प्रभु के लिए खड़े होने वाले एक व्यक्ति है कर मुझे समझ में आ गया പൗലോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് प्रेरित पौलुस से हम एक बात बता रहे हैं മറ്റുള്ളവരെല്ലാം നിന്നെ എന്ത് വേണമെങ്കിലും പറയട്ടെ हमें बाकी लोग आपको देखकर कुछ भी कहने दो നീ എനിക്ക് പ്രിയ മകനാണ് आप मेरे लिए एक प्रिय व्यक्ति അതുകൊണ്ട് हो। എനിക്ക് വിശ്വാസമുണ്ട് इसलिए मुझे एक विश्वास है ഈ ദൈവത്തെ നീ ഉയർത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് परमेश्वर का नाम को तो ऊंचा करूंगा कर मुझे एक विश्वास है ഞാൻ ചിലത് നിന്നിൽ കൂടി കാണുവാനിടയായി തീർന്നു कुछ बात आपके द्वारा मैंने देखा है ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി തിമോത്തിയോസിന്റെ മേൽ വെളിപ്പെടുന്നത് പൗലോസ് കണ്ടു हमें परमेश्वर का आत्मा का काम तीमुथियुस का जीवन में ऊपर प्रकट होता है वो प्रेरित पौलुस ने देखा അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ इसलिए സ്തോത്രം. प्रेरितों का काम में ऐसे लिखा है അത് ഹല്ലേലൂയ കേട്ട അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു वो बात सुनकर इकट्ठे होकर उन लोग परमेश्वर से दोहाई की। ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രവൃത്തിയുണ്ട് ദൈവത്തിന്റെ इकट्ठे സ്തോത്രം. होकर हम प्रभु का सन्निधि में प्रार्थना किए तो परमेश्वर का काम प्रकट हो ഇന്ന് जाएगा പലരെയും കാണുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ് आज ദൈവത്തിന്റെ സ്തോത്രം. अनेक लोगों को देखने का समय मेरा मन में एक डर आता है ഞാൻ കഴിഞ്ഞ ദിവസം ഷിജോ പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു मैं ദൈവത്തിന്റെ पिछले दिन में शिजो ऐसे एक बात मैंने ഇന്ന് പല बताया ദൈവദാസന്മാരുടെ മക്കളും ഹല്ലേലൂയ ദൈവ വഴി വിട്ടുപോകും अनेक प्रभु का दास लोगों का बच्चे लोग परमेश्वर का मार्ग में से दूर चले ഇവിടെ നമ്മൾ जाते വായിച്ചത് എന്താണ് ദൈവത്തിന്റെ സ്തോത്രം? हमने क्या पढ़ा ഒരു അമ്മയുടെ തലകാലം മുതലേ ഇവനാരാ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തുള്ളവൻ हमें तीमुथियुस को अपने आमीन आमीन हमें माँ बाप से लेकर वो प्रार्थना करने वाले एक അതുകൊണ്ട് परिवार। അവനെ കുറിച്ച് ഹല്ലേലൂയ പൗലോസിന് ഒരു പദ്ധതിയുണ്ട് इसलिए उसको देखकर पौलुस ने ऐसे कह रहे അവനെ ദൈവദാസന്റെ മകനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു उस ദൈവത്തിന്റെ प्रभु സ്തോത്രം. का दास का बेटे से मैंने ऐसे बात किया അല്പനേരം ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ थोड़ी देर में ऐसे बात करने के बाद അവനിങ്ങനെ മനസ്സിൽ വല്ലാത്ത വേദനയോട്
എന്നോട് സംസാരിക്കുവാനിടയായി. वो मन में बहुत दर्द के साथ मुझसे बात किया. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല ദൈവം. हमारा परिवार में है प्रभु का दास, हमारा परिवार में शांति പലപ്പോഴും नहीं. അമ്മയും അപ്പനുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ मेरा माता पिता जैसे बात करता है वो सुनने का समय है. അവരുടെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല. आमेन. उसका जीवन में मुझे मसीह को देख नहीं सकता ഞാൻ ആ है. കുഞ്ഞിനോട് ഇങ്ങനെ പറയുവാനിടയായി. मैं बच्चे से ऐसे कहा, നീ അങ്ങനെ പറയരുത്. आमेन, तुम ऐसे नहीं कहना. നീ ദൈവത്തിന്റെ പൈതലാ. तू एक परमेश्वर का संतान है. ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് വെച്ചതാ. परमेश्वर तुम्हें चुनाया है. അല്പനേരം ഞാൻ അവനങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. थोड़ी देर में उसके साथ बैठकर उससे बात करने शुरू किया. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. उन्होंने उस बेटा मुझसे एक बात बताया. പക്ഷേ ഇനി ഇതെനിക്ക് കേൾക്കണ്ട. हे पास्टर, अभी मुझे ये बात नहीं सुनना ഞാൻ है. അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. मैं उनसे एक बात बताया. ദൈവം നിന്നോട് ഇടപെടും. मैं परमेश्वर तुमसे बात ദൈവം നിന്നോട് करूंगा. സംസാരിക്കും. परमेश्वर तुमसे बात करूं. പറഞ്ഞത് ഇങ്ങനെയാണ്. मैं उससे ऐसे बात किया. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ मैं പോകുന്നു. तेरे लिए प्रार्थना करने जा रही എന്നോട് हूं. പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ പൈതൽ मैं पहले वो मुझसे बोलता था मेरे लिए प्रार्थना नहीं ഞാൻ करना പറഞ്ഞു था. വാ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കാൻ പറഞ്ഞു. मैंने कहा मैं प्रार्थना करूंगा. तुम मेरे सामने आकर खड़े हो അവന്റെ जाओ. അരികത്തേക്ക് വന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ കണ്ണടച്ചു. मैं वो मेरे पास में आकर प्रार्थना करने के लिए अंग बंद किया. ഞാനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അവന് വേണ്ടി. मैं उनसे कहा कि प्रार्थना അവൻ करूंगा. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുവാൻ ഇടയായി. जैसे मैं प्रार्थना करने का समय उसका आंख से आंसू निकलने शुरू किया. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പൈതലാ. मैं पहले मुझसे बोला था मेरे लिए प्रार्थना ആ नहीं കുഞ്ഞ് करना है. പ്രാർത്ഥന കഴിയുന്നത് വരെ എന്നോട് കൂടെ ഇരുന്നു. मैं प्रार्थना के अंत तक ये बेटा मेरे साथ खड़े हो गया. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവന്റെ മുതുകത്ത് തട്ടി. मैं प्रार्थना करने के समय मैं उसका कंधे में हाथ रखा. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിന്നെ വിടുവിക്കും. मैंने बोला मैं प्रार्थना किया परमेश्वर आपको चंगाई दूंगा. വിശ്വാസത്താൽ അത് ഏറ്റെടുത്തു. मैंने वो बेटा विश्वास के साथ उस बात को अंगीकार किया है. ഞാൻ അന്ന് ഇറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. उस समय में घर से निकलने का समय उस बेटे से मैंने एक बात किया നീ है. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. आगे तुम ऐसे बात नहीं करना. ദൈവം നിന്നെ സന്ദർശിക്കും. परमेश्वर आपको आपका जीवन में आएंगे. ദൈവം സന്ദർശിക്കുന്ന ദൈവമാണ്. परमेश्वर आपका जीवन में आएंगे कर मैंने कहा. നമ്മുടെ തലമുറകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലായി. हमारा बच्चे लोग को हम ध्यान रखना है. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. हम जैसे सोचने जैसे नहीं. ഈ ലോകത്തിലെ ശത്രു इस दुनिया का शत्रु കുടുംബത്തിലാണെങ്കിലും परिवार में है तो സഭയിലാണെങ്കിലും कलीसिया में है तो നമ്മുടെ കുടുംബത്തെ നാനാവിധമാക്കാൻ നോക്കിയിരിക്കുക. हमारे कलीसिया को तोड़ने के लिए कोशिश कर रहे हैं. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. प्रेरित पौलुस एक बात हम बता रहे हैं. നിങ്ങൾ ദൈവത്തിൽ കൂടി വരുമ്പോൾ हम आप लोग प्रभु में प्रभु का सन्निधि में इकट्ठे होने का समय ഒരുമനപ്പെട്ട് കടന്നു വരണം. हम ऐक्यता के साथ प्रभु का सन्निधि में ഒരുമനപ്പെടാത്തടത്ത് ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. हम इकट्ठे नहीं हो रहे तो हमारा प्रार्थना को परमेश्वर नहीं सुनेंगे. ശത്രുക്കൾ എഴുന്നേറ്റ് വരും. वहां हम शत्रु उड़ कर आएंगे. നമ്മുടെ തലമുറകളെ തകർത്ത് കളയും. हमारा पीढ़ियों को नाश करेंगे. ദൈവത്തിന്റെ വചനം ദിനവും അവരോട് പകരുവാനിടയായി തീരും. हम रोज परमेश्वर का वचन हमारे बच्चे लोग से सबसे कहना. പഴയ നിയമ വചനം നമ്മൾ പഠിച്ചാൽ पुराना नियम हम पढ़ने का समय ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. उस समय माता पिता परमेश्वर का वचन अपने बच्चे लोग से कहता था. നിങ്ങൾ തലമുറയായി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം പങ്കുവെക്കണം. अपने पीढ़ियों से हम परमेश्वर का वचन आमेन बता कर ആവർത്തന देना. പുസ്തകം ഒന്ന് എടുത്താട്ടെ. निर्गमन का आमेन അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ദൈവത്തിന് സ്തോത്രം. आज मैं जो कह रहे वाला वचन आपका हृदय में रखना है. ഈ വചനം എവിടെ ഇരിക്കണമെന്നാ ദൈവവചനം പറഞ്ഞത്. ये वचन कहाँ में रखना है कर वचन हम वचन में बताया. പുതിയ നിയമത്തിൽ പൗലോസ് പ്രസംഗിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ചതാണ്. नया नियम में प्रेरित पौलुस हमसे वचन प्रचार करने का समय वो वचन हम सुना है. ഇത് നമ്മുടെ ഹൃദയത്തിലിരിക്കണം. ये वचन कहाँ में रखना है? हमारे हृदय में रखना
देखना है, സാധാരണ വചനമല്ല. एक साधारण वचन नहीं, ഈ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ये वचन हमें बदलने वाला वचन ഈ है, വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, ये वचन हमें केवल बदलता नहीं, ദൈവ വഴിയിൽ നമ്മളെ നടത്തുന്നതാണ്. ये वचन परमेश्वर का मार्ग में हमें चलाता है, ഈ ദൈവവചനം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ये वचन हमें आशीष देता है, ഈ വചനം എങ്ങനെ ഏറ്റെടുക്കുന്നുവോ इस वचन कैसे हम अंगीकार करता है, അതുപോലെ ദൈവദാസൻ പറഞ്ഞതുപോലെ നിന്നെ ദൈവം ഉയർത്തും. ऐसे जैसे प्रभु का दास ने कहा वैसे वो परमेश्वर हमें ऊंचा അതിന്റെ करूंगा. താഴെ ഒന്നുകൂടി വായിച്ചാട്ടെ. उसका नीचे और पढ़े, എങ്ങനെയായിരിക്കുന്നു പറയുന്നു. എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. हम क्या करना है? നമ്മൾ പലപ്പോഴും മക്കൾക്ക് ഉപദേശിക്കുന്നുണ്ടോ? अपने बाल बच्चे को समझकर सिखाया करना. വചനം ഉപദേശിക്കുന്ന കുടുംബത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. जो वचन हमें बताकर देता है उस वचन में परमेश्वर, उस भवन में परमेश्वर कार्य करता है. നമ്മുടെ വീട്ടിന്റെ അകത്തും നമ്മുടെ മക്കൾ ഉണ്ടെന്നുള്ള നിലവാരത്തിൽ വേണം ഇടപെടാൻ. हमारा घर पे भी हमारे बच्चे लोग है कर हम अपने काम करना है. നമ്മൾ ഈ പറയുന്ന വചനം നമ്മൾ മക്കളെ ഏറ്റെടുക്കണമെങ്കിൽ हम जो प्रचार करने वाले वचन यदि हमारा बच्चे लोग अंगीकार करने के लिए ഈ ദൈവവചനം അവരുള്ളിലേക്ക് പകർന്നു കൊടുക്കണം. हमें इस वचन क्या करना है? उसका हृदय में हम देना है. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, वहां ऐसे लिखा है, ഇത് നിന്റെ മക്കൾക്ക് നീ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ये वचन क्या करना है? അടുത്ത ഒന്ന് വായിച്ചേ. अपने बाल बच्चों को समझकर सिखाया करना है कर लिखा है. ആ ആ ആ ആ നോക്കേ, ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. यहाँ परमेश्वर का वचन स्पष्ट रूप में कह रहे हैं. നീ എഴുന്നേൽക്കുമ്പോഴോ, हमें जैसे हम उठने का समय, നീ കിടക്കുമ്പോഴോ, जैसे हम लेटने का समय, നീ നടക്കുമ്പോഴോ, चलने का समय, നീ ഇരിക്കുമ്പോഴോ, बैठने का समय, ഇവയെ കുറിച്ച് ദൈവമക്കളോട് പറയണം. आमीन. हर समय परमेश्वर का वचन सबसे हम कहना है. വചനമില്ലാത്തിടത്ത് ഒന്നുമില്ല ദൈവത്തിന്. आमीन. यदि वचन नहीं है तो कुछ भी नहीं. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, इसलिए प्रेरित पौलुस ने ऐसे कह रहे. നിരൂഷനായി. आमीन. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പാപിയായിരുന്നു. मैं एक पापी व्यक्ति था, ഞാൻ എന്നെ ഒന്നിനും കൊള്ളില്ലാത്തവനായിരുന്നു. मैं एक गंदा व्यक्ति था, कोई काम का नहीं था. പക്ഷെ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടപ്പോൾ, परमेश्वर का वचन हमें जैसे प्रभु मुझसे वचन से बात किया था, അതിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, वो वचन परमेश्वर मेरे जीवन में जैसे आ गया था, ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, उस आत्मा में मैं अपने आप समर्पण कर देने का ദൈവം समय. ദിനംതോറും എന്ത് ചെയ്യാ? എന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. आमीन. वचन परमेश्वर हर दिन मुझे उपदेश देता. പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, इसलिए प्रेरित पौलुस कह रहे, തിമോഥെയോസായ മകനെ, हे मेरा प्रिय നീ तिमोथेयुस, എവിടെയുള്ളവനാണെന്ന് എനിക്കറിയാം. मैं तू कहाँ में है कर मुझे मालूम है. നിന്റെ അമ്മ ആരാന്ന് എനിക്കറിയാം. आपका माता कौन है कर मुझे मालूम है. നിന്റെ വല്യമ്മ ആരാന്ന് എനിക്കറിയാം. आपका जो ग्रैंड मदर कौन है कर मुझे मालूम है. എനിക്ക് അതിലും നിന്നിലും വിശ്വാസമുണ്ടെന്ന് പൗലോസ് അവിടെ പറയും. आमीन. इसलिए सबको और आपको मुझे विश्वास है. നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ? आमीन. देखो हमारा परिवार में ऐसे कह सकते हैं क्या? നമ്മുടെ ദേശക്കാർ നമ്മൾ അതൊന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിയുമോ? हमारा देश निवासी लोग हमें देखकर ऐसे उनको बता सकते हैं क्या? നമ്മുടെ വിശ്വാസികൾ അങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? हमारे विश्वासी लोगों को ऐसे हमें बता सकते हैं क्या? ദൈവമക്കളെ, ദൈവവചനമാണ് നമ്മൾ വഴി നടത്തുന്നത്. हे प्रभु का संतान, परमेश्वर का वचन हमें പൗലോസ് चलाता है. അതുകൊണ്ടാണ് പറയുന്നത്, इसलिए प्रेरित पौलुस कह रहे, നിങ്ങൾ സകല ലോകവും ചെന്ന് എന്ത് ചെയ്യണം? ഇത് പറയണം. हमें सारे देश में जाकर सुसमाचार ഒരു प्रचार വാക്യം കൂടി करना है. നമുക്ക് വായിക്കാം. एक और वचन में पढ़ना चाहता हूँ. 1 തിമോഥെയോസ് 1:18 ഒരു കാര്യം പറയുന്നുണ്ട്. पहला तिमोथियुस का किताब पहला अध्याय उसका 18 आयत पढ़े. पहला तिमोथियुस पहला अध्याय उसका 18 आयत पढ़े. മകനെ തിമോഥെയോസേ, हे വായിച്ചാട്ടെ. ആ ആ ആ ഈ ചുമതല നിന്നെ ആ ആ ആ നോക്കിയേ, ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, हम प्रेरित पौलुस तिमोथियुस से कह रहे हैं, നിന്നെ മുമ്പേ എനിക്കറിയാമായിരുന്നു. हमें पहले तेरे विषय में कि
मैं आपको जानता था। അന്നേ ഞാൻ നിനക്ക് വേണ്ടി ഒരു ചുമതല തരണമെന്ന് ആഗ്രഹിച്ചു. उस समय से मैंने सोच रहा था आपको कुछ कर्तव्य देना है कर ഈ कर ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുക. मैंने कर्तव्य में आपको दे रहे। നിന്റെ വിശ്വാസം എന്റെ ഹൃദയത്തെ തൊട്ടു. आपका विश्वास मेरा हृदय को स्पर्श നിന്റെ किया। മനസാക്ഷി എന്നെ തൊടുവാനിടയായി തീർന്നു. आपका जो समर्पण मेरा विषय हृदय को छुआ है। അതുകൊണ്ട് ഈ വചനം നിനക്ക് ഏറ്റെടുക്കുവാൻ इसलिए इस वचन आपको अंगीकार करने के ദൈവം लिए ചില അധികാരം നിന്റെ മേൽ തന്നിരിക്കുന്നു. परमेश्वर कुछ अधिकारों को आपको दिया നീ है। അതുമായി യുദ്ധം ചെയ്യുവാൻ തയ്യാറാകണം. आमीन। उस अधिकार लेकर आप युद्ध करने के लिए तैयार होना है। പൗലോസ് പറയുന്ന ഒരു കാര്യം हमें पौलुस तीमुथियुस से ये बात कह रहे। തിമോത്തിയോസോട് പറയുന്നത് ഇങ്ങനെയാണ്, तीमुथियुस से ऐसे कह रहे, മകനെ हे मेरे ഞാനിങ്ങനെ पुत्र, ചിന്തിച്ചിട്ടുണ്ട്, मैंने ऐसे सोचा था। വചനപ്രകാരം വളർത്തിയ ഒരു മകനെ മകനെ എന്ന് വിളിക്കണമെങ്കിൽ हमें जो वचन देकर हमें जो बड़ा किया उस व्यक्ति को एक बेटा है कर कर बुलाने के लिए, പ്രിയനെ എന്ന് വിളിക്കണമെങ്കിൽ ये मेरा प्रिय है कर कर बुलाने के ആ लिए, പൗലോസിനോട് എത്ര അനുസരണയുള്ളവനായിരിക്കും അവൻ. आमीन। वो व्यक्ति तीमुथियुस कैसे एक व्यक्ति था, प्रेरित पौलुस का वचन को मानने वाले एक व्यक्ति था। പേരുമായിട്ടുള്ള ബന്ധം എന്തായിരിക്കും, वो दोनों का रिलेशनशिप क्या था, ആ വിശ്വാസം എന്തായിരിക്കും. वो विश्वास क्या था। ചില അധികാരങ്ങൾ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. हमें कुछ अधिकारों को मैं आपका हाथों में देना ഇന്ന് चाहता हूँ। പകൽക്കാലം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. आज पवित्र दिन में एक वचन एक बात मैं बताना चाहता हूँ। ചില അധികാരങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ कुछ अधिकारों को परमेश्वर हमें देने के लिए നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറും. हम परमेश्वर का प्रिय संतान बनना है। ചില നല്ല കാര്യങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. कुछ अच्छा बात आपका हाथों में देने के लिए परमेश्वर तैयार है। നമ്മെ കുറിച്ച് ദൈവം ചില കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം हमारे द्वारा परमेश्वर कुछ बातों को देकर रखा है। നിന്റെ കുടുംബത്തെ ഏത് നിലവാരത്തിൽ ഉയർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. आपका परिवार को कैसे ऊंचा है करना है कर परमेश्वर सोचता है। എതിരായി വരുന്ന എല്ലാ ശത്രുവിന്റെയും തകർച്ചയെ ഞാൻ കാണുന്നുണ്ട്. आपका विरोध आने वाले शत्रु का नाश को परमेश्वर देखता है। ദൈവം നീതിമാനാണ്. परमेश्वर धर्मी है। ओ जीसस, ओ बला 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 उड़र बला बला। ദൈവത്തിന്റെ വചനം हमें परमेश्वर का वचन ഇങ്ങനെ നമ്മോട് സംസാരിക്കും. ऐसे हमसे कह रहे, നമ്മൾ വിശ്വാസമുള്ളവരായി, हम विश्वास करना है ദൈവവചനത്തിൽ ഉറച്ചവരായി, परमेश्वर का वचन में स्थिर रखते हुए, വചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കുന്നവരായി, परमेश्वर का वचन के सामने गिड़गिड़ाते हुए, എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് हम सभी लोग इकट्ठे होते ഈ हुए, ദേശത്തോട് പോരാടുന്നുവെങ്കിൽ आमीन, इस दुनिया से हम लड़ने के लिए तैयार ഈ है। ദേശത്തെ നമുക്ക് കൈയടക്കാൻ കഴിയും. परमेश्वर इस देश को हमें अवकाश कर ഈ दूंगा। നാളുകൾ അങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. आमीन। इन दिनों में हम ऐसे प्रार्थना करता है। എന്റെ ഭാര്യ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന വിഷയം വെച്ചിട്ടുണ്ട്. हमें मेरा पत्नी परमेश्वर का सन्निधि में ऐसे एक प्रार्थना विषय रखा है। 2026 അവസാനം 2026 का आखिरी समय ഞങ്ങൾക്ക് 25 പേരോളം ദൈവം തരണം. हमें 25 लोगों को परमेश्वर हमें दे। ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. हमें उस विषय का मध्य में हम प्रार्थना करें। ചിലരൊക്കെ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. हमें कुछ लोग अभी कलीसिया में आ रहे हैं। കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തോട് നന്ദി പറയുവാനിടയായി. हमें पिछले दिन में मैं परमेश्वर को हमें स्तुति किया, धन्यवाद किया। 16 വർഷം ഞങ്ങൾ അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുക. हमें बहुत साल हम वहाँ हमें सेवकाई में ഞങ്ങൾ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, കൺവെൻഷനുണ്ട്, പരസ്യമുണ്ട്, എല്ലാം ഉണ്ട്. प्रार्थना है, आराधना है, हमें सब कुछ है। ആത്മാക്കൾ കടന്നു വരുന്നുവെങ്കിലും അവർ പിന്തിരിഞ്ഞു പോകും. हमें अनेक लोग आ रहे तो भी वो वापस चले जा ഞങ്ങൾ रहे। ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുവാനിടയായി, हम परमेश्वर से ऐसे पूछा, ദൈവം എന്തുകൊണ്ട് കർത്താവിൽ പിന്തിരിഞ്ഞു പോകും? क्यों परमेश्वर ऐसे क्यों हो रहे प्रभु? അവിടെ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. मैंने एक बात देखा, സത്യവചനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. सच्चाई का जो पवित्र वचन में सच्चाई के साथ स्थिर रहने के लिए उन्हें പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. इकट्ठे होकर हम प्रार्थना करना ഒരുമിച്ച് है। കൈകോർക്കുന്നവരായി മാറട്ടെ. हमें हम मिलकर प्रार्थना നമ്മുടെ करना है। വളർച്ചയെ തകർക്കുന്ന ശത്രുവിന്റെ തലയെ ദൈവം തകർക്കും. हमारा विरोध आने वाले शत्रु का सिर को हम तोड़ना है। യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. यीशु मसीह एक बात हमसे बता ഞാൻ रहे ചില അധികാരം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. मैं कुछ अधिकारों को आपको देना നിന്റെ चाहता हूँ। പ്രവചനത്തെ കൂടി ചിലരെ വരുത്തുവാൻ ദൈവത്തിന് കഴിയും. आमीन। आपका वचन के द्वारा अनेक लोग कलीसिया में आएंगे। അതുകൊണ്ടാണ് തിമോത്തിയോസോട് പറയുന്ന ഒരു കാര്യം, इसलिए तिमोथियुस से ऐसे कह रहे, മകനെ हे मेरे प्रिय पुत्र, തിമോത്തിയോസേ, हे तिमोथी, നിന്നെ കുറിച്ച് മുമ്പ് मैं आपके
द्वारा पगले പ്രവചനങ്ങൾക്ക് വേണ്ടി നിന്നെ भविष्यवाणी के लिए तुम्हें ഞാൻ ചില വിഷയങ്ങൾ ഏൽപ്പിച്ചിരുന്നു. हमें कुछ विषयों को मैं आपको दे देता അതിൽ हूँ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. उस विषय में मैं विश्वास करता हूँ വീണ്ടും ഞാൻ ചില അധികാരം നിന്റെ കരങ്ങളിൽ और कुछ अधिकार मैं आपको दूंगा. ഞാൻ നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आप पूरी करूंगा कर मैं विश्वास करता हूँ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. आज दिन में परमेश्वर हमसे जो बात कर रहे ये क्या है कर ध्यान रखे. ചേറ്റിൽ കിടന്ന അതിലെ ഒരു വ്യക്തിയെ हमें कीचड़ में पड़े हुए एक व्यक्ति ദൈവം പാറമേൽ ഉയർത്തി നിർത്തിയെങ്കിൽ चट्टान का ऊपर हमें खड़े किए तो ആ ഉയർച്ചയിൽ അവനെ കൊണ്ടുവന്നുവെങ്കിൽ हमें उस ऊंचाई में परमेश्वर आपको लेकर आ गया तो ആർക്കും വേണ്ടാതെ കിടന്ന ചെളിക്കൂട്ടിൽ കിടന്നവനെ हमें सब लोग अवॉइड किया एक कीचड़ का अवस्था में पड़े हुए एक व्यक्ति को അനേകര മധ്യത്തിൽ അവനെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. सबके सामने उस व्यक्ति को परमेश्वर ऊंचा किया. രാജ്യത്തിന്റെ ഭരണാധികാരികളായി അവൻ മാറി. हमें देश का भरणाधि हमें राजा बनकर हमें बनाया. ഏത് ചെളിക്കൂട്ടിൽ കിടന്നാണ് हमें कितने बड़े कीचड़ का अवस्था में पड़े तो भी ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് हमें परमेश्वर का वचन में स्थिर रहने के लिए तैयार है. तो ഉയർത്തുന്ന ദൈവം. परमेश्वर तुम्हें ऊंचा करने वाला प्रभु. കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. हमें भजन संगीता में ऐसे हमको पढ़ सकते. ഒരുവനെ ഉയർത്തുന്നതും हमें एक व्यक्ति को ऊंचा करता है, ഒരുത്തനെ താഴ്ത്തുന്നതും हमें नीचे करता है. ദൈവത്തിന്റെ ഹിതമാണ്. वो सब कुछ परमेश्वर का इच्छा है. ദൈവം വാതിലടച്ചാൽ परमेश्वर यदि दरवाजा बंद किया तो തുറക്കാൻ കഴിയും. किसी को खोल नहीं सकता. ദൈവം വാതിൽ തുറന്നാൽ परमेश्वर एक दरवाजा खुल बोले तो ആർക്കും അടയ്ക്കാൻ കഴിയില്ല. वो दरवाजा किसी को बंद नहीं कर सकता. എപ്പോഴും കേൾക്കുന്നത് പോലെ हम हमेशा जैसे सुनता है वैसे അനുഗ്രഹത്തിന്റെ വചനമല്ല നമുക്ക് ആവശ്യം. हमें एक आशीष का वचन नहीं. ദൈവം നമ്മളെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. हमें परमेश्वर कुछ बात हमें दिया അത് है. വിശ്വസ്തയോടെ ചെയ്യുവാൻ, वो विश्वस्तता के साथ करने के लिए, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി മാറുവാൻ परमेश्वर का सन्निधि में विश्वास योग्य बनने के लिए ദൈവം നമ്മളെ സഹായിക്കും. परमेश्वर हम सबको आशीष दे.